ലഹരി കേസിലെ പ്രതിയെ വിദേശിയെ രക്ഷപ്പെടുത്താനായി തൊണ്ടി മുതൽ അട്ടിമറിച്ച കേസിൽ മുൻ മന്ത്രി എംഎൽഎയുമായ ആന്റണി രാജുവിനെ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. നമസ്കാരം. അങ്ങനെ എംഎൽഎ ആന്റണി രാജു വെറും ആന്റണി രാജുവായി. ജനസേവന ജനാധിപത്യത്തിന്റെ വക്താക്കളെല്ലാം നിലം തൊടാതെ ഇപ്പോൾ പറക്കുകയാണ് സുഹൃത്തുക്കളെ. കൂടെയുള്ളവരിൽ അധികവും ഉഡായിപ്പുകളാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താൻ മനസ്സ് കാണിച്ച മുഖ്യദാസനോട് ജയിലിൽ പോകുന്നതിന് മുൻപായിട്ട് ശ്രീ ആന്റണി രാജു ഒരു കൃതജ്ഞത നേരിട്ട് ചെന്ന് രേഖപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള എളിയ അഭ്യർത്ഥന. ഏതായാലും ലോക ചരിത്രത്തിൽ ഇടം നേടുന്നവരെല്ലാം സഖാക്കളാണ് എന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ട് ഇവർക്ക് അഭിമാനിക്കാം. ഒരു ജട്ടി കോടതിയിൽ കയറി മോട്ടിച്ചതിൻ്റെ പേരിൽ ഒരു MLA സ്ഥാനം പോകുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി എന്ന റെക്കോർഡ് അണ്ണന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാവം രാജുവണ്ണൻ അറിഞ്ഞോ, സായിപ്പിന്റെ കൗപീനത്തിലാണ് അണ്ണന്റെ രാഷ്ട്രീയ ഭാവി കടന്നതെന്ന്. ഏതായാലും ഇന്നലെ ഈ കോടതി വിധിക്ക് ശേഷം സ്വന്തം വാഹനത്തിൽ കയറി ഞെളിഞ്ഞിരുന്നു പോകുന്ന രാജുവണ്ണനെ കാണാൻ സാധിച്ചു. ജനങ്ങളെയൊക്കെ അടിച്ച് താഴെയിട്ടും തള്ളി മാറ്റിയും ഒക്കെ പോലീസുകാർ മരണവെപ്രാളത്തിൽ വഴിയുണ്ടാക്കി കൊടുക്കുന്നതും കണ്ടു. 1 വർഷത്തിലധികം തടവ് വിധിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കണ്ണീർ വാതകം പ്രയോഗിച്ചോ? ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് പോയ പുകയായിരുന്നത്. പോട്ടെ, ഇനി എന്തോന്ന് ഔദ്യോഗികം അനൗദ്യോഗികം എല്ലാം കഴിഞ്ഞല്ലോ. ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. അവിടെ കേട്ട കൂവലേ, പ്രതിഷേധമേ, അവിടെ കൂടിയ നാട്ടുകാരെല്ലാം ജട്ടികളാണ് കമ്പില് കോർത്തിട്ട് അവിടെ കാണിച്ചത്. ഫ്രണ്ടിൽ ചെന്ന് നിന്ന് സ്റ്റേജിലേക്ക് കയറാൻ പോകുന്ന വഴി അങ്ങ് ദൂരെ നിന്ന് ഒരാൾ കൂ എന്നൊന്ന് വെച്ചതിന് അയാളെ പിടിച്ച് പഞ്ഞിക്കിട്ട ആളാണ് ഇവിടുത്തെ മുഖ്യ ഭാരവാഹി. പക്ഷേ നീതിപീഠം നീതി നിർവഹിക്കുന്ന ഒരു നാൾ വരും. എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും എത്രയധികം സമയത്താണെങ്കിലും അങ്ങനെ ഒരു നാൾ വരും. ആ സമയത്ത് ജനങ്ങളോട് തിരിഞ്ഞു നിന്നെന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല. അതിനുള്ള പവറും അതിനുള്ള ശബ്ദവും നിങ്ങൾക്കുണ്ടാവില്ല. അധികാരമുള്ള സമയത്ത് മാത്രമേ അത് ഉപയോഗിച്ച് മനുഷ്യരെ അവർ സത്യമാണ് പറയുന്നതെങ്കിൽ പോലും അടിച്ചമർത്താൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതില്ലാതെ വരുന്ന ഒരു സമയത്ത് അവർ പറയുന്നതും കാണിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടല്ലോ. അതാണ് ഇന്നലെ ആന്റണി രാജുവിൻ്റെ സംഭവത്തിൽ കണ്ടത്. പുള്ളിക്ക് വല്ലാത്ത ഒരു ആത്മവിശ്വാസമായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് കൂടി ഈ വിഷയത്തിൽ പുള്ളി പ്രതികരിച്ചു. കോടതി പറയട്ടെ. ഇത് തന്നെയാണ് മുഖ്യദാസൻ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാവരും നിരന്തരം ആവർത്തിക്കുന്നത്. കോടതി പറയട്ടെ. ആരെങ്കിലും ഒരാളൊരു തെറ്റ് ചെയ്ത് ആ കുറ്റം തെളിഞ്ഞാൽ പോലും കോടതി ശിക്ഷ വിധിക്കട്ടെ. അപ്പോഴേ അവരെ നമ്മൾ തെറ്റുകാരായി കാണുകയുള്ളൂ. വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കെതിരെയാണ് ഇങ്ങനെ ഒരു കോടതി വിധി വരുന്നതെങ്കിൽ ഇന്നലെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം അവരാളം വീതം ആഘോഷിച്ചേനല്ലോ. പക്ഷെ ഒരാളുടെയും പേജുകൾ ഇതിനെ സംബന്ധിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. ഇന്നലെ എല്ലാവരും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വേദനിച്ചത് വെനസ്വേലയോട് അമേരിക്ക കാണിക്കുന്ന പൈശാചികമായ ആക്രമണത്തെ ഓർത്തായിരുന്നു. അല്ല, ഒരു തൊണ്ടി മുതൽ കോടതിയുടെ കൈവശം ഇരിക്കുന്ന ഒരു സാധനം എടുത്തേ ആ ജട്ടിയുടെ അളവ് വെട്ടിത്തയ്ച്ച് മാറ്റി അവിടെ കൊണ്ട് വെക്കണമെങ്കിൽ ഇവരുടെയൊക്കെ റേഞ്ച് എന്താണ്, ഇവരുടെയൊക്കെ വിവരം എന്താണ്, ഉഡായിപ്പ് എത്രത്തോളം കയ്യിലുണ്ട്, എത്രത്തോളം ധൈര്യമുണ്ട്, എത്ര ക്രിമിനൽ ചിന്താഗതിയാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകണം. ഇവരൊക്കെയാണ് ഓരോ വകുപ്പിലായിട്ട് കയറി ഇരുന്ന് നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും അത് പോട്ടെ. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി ഗോവിന്ദൻ മാസ്റ്റർ വരുന്ന മെഴുകൽ എന്താണെന്ന് അറിയാമോ? ഇപ്പം മനസ്സിലായില്ലേ? നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണെങ്കിലും ശരി, അവർ കുറ്റം ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടും. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഒരു നടപടികളും ഉണ്ടായിട്ടില്ലല്ലോ. പതിറ്റാണ്ടുകളായിട്ട് പരമാവധി ശ്രമിച്ച് കോടതി വിട്ടില്ല, മുകളിലിരിക്കുന്ന ആൾ വിട്ടില്ല. അത് കാലത്തിന് അതിൻ്റെ നീതി നടപ്പിലാക്കിയേ പറ്റുള്ളൂ. പക്ഷെ ഇവർ പറയും ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിലാണ്, ഞങ്ങൾക്ക് സത്യം തെളിയണമെന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങളൊരു സപ്പോർട്ടും കൊടുക്കാതിരുന്നത്. ഇതാ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ, നമ്മളൊന്നും പറയത്തില്ല ശിക്ഷിക്കേണ്ടത്. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു യോഗം ഉണ്ടല്ലോ, അത് ചില്ലറയല്ല. മാങ്ങ മോട്ടിച്ച പോലീസുകാരനും ജട്ടി മോട്ടിച്ച ഒരു മന്ത്രിയായിട്ടിരുന്ന ആളും ഇപ്പം നിലവിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ MLA ആയിട്ടിരുന്ന ആളും ഒക്കെ എൻ്റെ സ്വന്തമായിരുന്നു എന്ന് ഞെളിഞ്ഞു നിന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടായില്ലേ? പിന്നെ ചിന്ത ചേച്ചിയും ജയ്കണ്ണൻ്റെയും അനിലണ്ണനെയൊക്കെ പോലെയുള്ള ആളുകൾക്ക് മെഴുകാൻ ഒരു ക്യാപ്സ്യൂളുണ്ട്. വെറും ഒരു ജട്ടി മോട്ടിച്ചേനാണോ നിങ്ങൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇത്രയും അധപ്പതിച്ച രീതിയിൽ വിമർശിക്കുന്നത്, കളിയാക്കുന്നത്? ഇതൊന്നും നല്ലതല്ല.
ജനാധിപത്യ ബോധമുള്ള ഒരു പൗരനും ചേർന്നതല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെഴുകുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറ്റക്കാരനാണെന്ന് ബഹുമാനപ്പെട്ട കോടതി വിധിച്ചതോടുകൂടി പൂർണ്ണമായിട്ടും ദുർബലനായി ഇങ്ങേര് മാറുകയായിരുന്നു. അവിടെ തടിച്ചുകൂടിയ നാട്ടുകാർക്കിടയിൽ ഒറ്റ രക്ഷാപ്രവർത്തകരെ നമ്മൾ കണ്ടില്ല. അതെന്താ കാര്യം? പവറുള്ള സമയത്ത് മാത്രമേ നിങ്ങളുടെ രക്ഷാപ്രവർത്തനമൊക്കെ പാവപ്പെട്ട നാട്ടുകാരുടെ നെഞ്ചത്ത് നടപ്പാകൂ എന്ന് നിങ്ങൾക്കും അറിയാം അല്ലേ? അപ്പോൾ ഈ കാല് നക്കുന്നവരും കൊട പിടിച്ചവരും വാഴ്ത്തിപ്പാടിയവരും ഒന്നും അധികാരം കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവില്ല എന്നുകൂടി മനസ്സിലായല്ലോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പൊ ഇരുന്ന് സുഖം അനുഭവിക്കുന്നവരുണ്ടല്ലോ, അവരാരും നല്ലവരൊന്നുമല്ല. അവർക്കെല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചയാണ്, അവർക്കെല്ലാവർക്കും കൂടി പകർത്താവുന്ന ഒരു പാഠമാണ് ആന്റണി രാജുവിന് സംഭവിച്ചത്. ഒരു ജട്ടിക്ക് കിട്ടിയ പ്രതിഷേധമാണ് ഇന്നലെ കണ്ടത്. ഇതൊന്നും ആയിരിക്കില്ല ബാക്കിയുള്ളവർ ഈ അവസ്ഥയിൽ വരുമ്പോൾ കിട്ടുന്നത്. ഒരു സിറ്റിംഗ് MLA ആണ്, 36 വർഷമായിട്ട് ഈ ഒരു പോക്രിത്തരം കാണിച്ചിട്ടും പാർട്ടിയിലെ അംഗത്വം പോലും നഷ്ടപ്പെടാതെ തുടരുകയാണ്. എങ്ങനെയാണ് ഇദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷെ ഇതിനൊന്നും മറുപടി നിങ്ങൾ ആരും തരരുത് മുതിർന്ന സഖാക്കളെ. നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ. കാരണം ഈ പോകുന്നവരുടെയൊക്കെ പോക്ക് തിരിച്ചറിവില്ലാത്ത പോക്കുകളാണ്. നിങ്ങളിനി ചെയ്യേണ്ടത് ജട്ടിക്കള്ളൻ എന്ന് ആന്റണി രാജുവിനെ വിശേഷിപ്പിച്ച നാട്ടുകാർക്കെതിരെ എല്ലാം കേസെടുക്കുക. പിന്നെ ജട്ടി എന്ന വാക്ക് ഇനി മുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകും എന്നൊരു വിളംബരം നടത്തുക. അതുപോലെ തന്നെ രാജു അണ്ണന്റെ നാശത്തിന് വഴിവെച്ച ജട്ടി എന്ന വസ്തു ഞങ്ങൾ എല്ലാവരും ഇനി മുതൽ ബഹിഷ്കരിക്കുകയാണ് എന്നുകൂടി പ്രഖ്യാപിക്കും. അതൊക്കെ മുൻകൂട്ടി കണ്ട് ബഹിഷ്കരിച്ച ഷഡ്ഷോയ്ക്ക് പ്രത്യേക ഒരു സ്വീകരണം കൊടുത്തേക്കണേ. അപ്പോൾ K മോഡൽ ജട്ടിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ചെളിവാദ്യങ്ങൾ.